ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി പെപ്പർ റോസ്റ്റ് എഗ് റോസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. കൂടെ തന്നെ ഒരു സിമ്പിൾ നെയ്പ്പത്തിരിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ നെയ്പ്പത്തിരി പൊരിക്കാനുള്ള ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്പ്പത്തിരീൻ്റെ മാവ് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. എഗ് റോസ്റ്റിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിരുന്നല്ലോ. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നെയ്പ്പത്തിരിയാണ്. ഞാൻ 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവയും പാകത്തിന് ഉപ്പും ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നെയ്പ്പത്തിരീൻ്റെ മാവ് റെഡിയാക്കാൻ കേട്ടോ. എണ്ണയൊന്നും കുടിക്കില്ല, റവ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. കൂടെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി പച്ചമുളകും ചേർത്ത് ഒന്നും കൂടി വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നെയ്പ്പത്തിരിയൊക്കെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്. ഈ നെയ്പ്പത്തിരി റവ ചേർക്കുന്നതുകൊണ്ടാണ് എണ്ണ കുടിക്കാത്തത്. റവ ചേർക്കാതെ നൈസ് പത്തിരിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പം നല്ലോണം എണ്ണ കുടിക്കും കേട്ടോ. എഗ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ നെയ്പ്പത്തിരി. ഇനി തക്കാളിയൊക്കെ വാടിയതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കുരുമുളക് പൊടി, ഉലുവ ജീരകം പൊടിച്ചത്, 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ ഈ പത്തിരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല, പക്ഷെ വലിയ ജീരകം ഒന്ന് ഒതുക്കി ചേർക്കുന്നുള്ളൂ കേട്ടോ. 2 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അങ്ങനെ എണ്ണയൊന്നും കുടിക്കൂല. നല്ല ക്രിസ്പിയാണ്. ഇനി അപ്പോഴേക്ക് മുട്ടയൊക്കെ പൊടിച്ച് ഇതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. അങ്ങനെ പെപ്പർ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പത്തിരിയൊക്കെ വേഗം ചുട്ടെടുക്കാം. ഈ എഗ് റോസ്റ്റും നെയ്പ്പത്തിരി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. Thank you for watching.